എല്ലാ പരിശോധനകളും കോൺസെൻട്രേഷനും വിക്രം റാണയുടെ തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് 3ാമത്തെ സോണിലും അതുപോലെ 1, 2 ഈ മൂന്ന് സോണുകളിലും നല്ല രീതിയിലുള്ള പരിശോധന നടന്നു. പിന്നെ നമ്മൾ ഈ മീനാക്ഷി പുഴയിൽ താഴെ ഭാഗം വരെ പരമാവധി പരിശോധന നടത്തി. അതിൽ NDRFൻ്റെയും ഫയറിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ തുർക്കി ജീവൻ രക്ഷയുടെയും ആളുകൾ അതിൽ പങ്കാളികളായി. ഇനി നാളെ ഇപ്പോൾ നേരത്തെ NDRFൻ്റെ ചീഫും ജില്ലാ കളക്ടറും ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടിയാലോചന നടത്തിയിരുന്നു. നാളത്തെ ഓപ്പറേഷൻസ് സംബന്ധിച്ച് എന്താവണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ സോണിൽ ഡംപ് ചെയ്തിരിക്കുന്ന ഈ മണ്ണ് മുഴുവൻ നാളെ അവിടെ നിന്ന് മാറ്റാനുള്ളതായ നടപടികളും അവിടെ ഫുൾ എക്സ്കവേഷൻ നടത്താൻ നല്ല രീതിയിലുള്ള തറോ സെർച്ചിങ് നടത്താനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. നാളെ ഫുൾ കോൺസെൻട്രേഷൻ മുഴുവൻ 2ാമത്തെ സോണായിരിക്കും. ആ 2ാമത്തെ സോണോടുകൂടി തന്നെ കണ്ടെത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഇന്നിപ്പം വീണ്ടും വീഡിയോ അവിടെ നിന്ന് കിട്ടിയതായിരിക്കുന്ന വീഡിയോ അനാലിസിസ് ഇന്നും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 2ാമത്തെ സോണിൽ മുഴുവൻ ആ വലിയ ഇത് മുഴുവൻ എടുത്തു മാറ്റി അവിടെ തറോ പരിശോധന നടത്താനുള്ള നടപടികളിലേക്ക് നാളെ കടക്കുക. നമുക്കിപ്പോൾ നിലവിലുള്ള ഈ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകണോ അതോ അഡീഷണൽ എന്തെങ്കിലും സൗകര്യങ്ങൾ നിലവിലുള്ള സൗകര്യങ്ങൾ തൃപ്തികരമാണ് എന്ന് NDRF പറഞ്ഞു. അവരാണ് ഇതിന് ഹെഡ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് മുഴുവൻ ഒരുക്കുകയാണ്. അപ്പോൾ അവരിന്ന് പറഞ്ഞിരുന്ന ടിപ്പർ ലോറികളും അനുബന്ധ സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അത് കുറച്ച് കൂടുതലായി എന്നുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് ഇന്ന് 2 തവണ കൂടിയാലോചന നടത്തി ചോദിച്ചിട്ടുണ്ട്. ഇത് മതി എന്നുള്ളതാണ് NDRFൻ്റെ അവരുടെ വെർഷൻ. അപ്പോൾ അവർക്ക് ക്യാമ്പിൽ ഇന്ന് കാലത്ത് ക്യാമ്പിൽ പ്രാതൽ നല്ല രീതിയിലുള്ള ക്രമീകരണം നടന്നു. എല്ലാ ദിവസവും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാല്, മുട്ട, പഴം ഉൾപ്പെടെയുള്ള സൗകര്യത്തോടു കൂടിയാണ് ഇന്ന് പ്രാതൽ നടന്നിട്ടുള്ളത്. ഞാൻ കുട്ടികളോട് ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇന്നലെ രാത്രി ഞാൻ അവിടെ നിന്നാണ് അവരുടെ കൂടെയാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികളാണ് പറഞ്ഞത് ഞങ്ങൾ പാലൊക്കെ കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് മനോഹരമായി സംസാരിച്ചു. മാത്രമല്ല അവർക്ക് ഒരു സ്നാക്ക് കിറ്റ്, സാധാരണ ഒരു ക്യാമ്പിലും നമ്മൾ ഇതുവരെ സ്നാക്ക് കിറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ സ്നാക്ക് കിറ്റ് അവർ ഓരോ ഫാമിലീസിനും കൊടുക്കാനുള്ള നടപടികൾ ആക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ അവകാശമാണ്. അതൊക്കെ അവരുടെ അവകാശമാണ്. അതെല്ലാം പിന്നെ വസ്ത്രങ്ങൾ നൽകാനുള്ള നടപടികൾ പൂർണ്ണമായി. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്ത് സംഭവിച്ചത് സാഹചര്യം? അല്ല, ആ സമയത്ത് എന്തെങ്കിലും പരാതികൾ അദ്ദേഹത്തോട് പറഞ്ഞോ എന്നുള്ളതിനെ പറ്റി അറിയില്ല. എനിവേ വസ്ത്രം ആദ്യം കുറച്ച് കൊടുത്തിരുന്നു, പിന്നെ കുറച്ച് പേർക്ക് കിട്ടാനുണ്ടായിരുന്നു. ആ വസ്ത്രം ആ സമയത്ത് തന്നെ കൊടുക്കാനുള്ള നടപടികളുടെ ഭാഗമായി പർച്ചേസിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സംഭവം വന്നിട്ടുള്ളത്. ആ പർച്ചേസിങ് നടത്തി ആ വസ്ത്രങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. വേറെ ഒരു പോരായ്മയും ഉണ്ടായിട്ടില്ല. ആശുപത്രിയിലെ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നത് ഏറ്റവും നന്നായി നടന്നൊരു ക്യാമ്പാണ്. നല്ല കൂട്ടായ്മയോട് കൂടി നന്നായി നടന്ന ഒരു ക്യാമ്പാണ്. അത് എല്ലാവരുടെയും പഞ്ചായത്ത് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, റവന്യൂ വകുപ്പ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ക്യാമ്പ് നന്നായി നടന്നു പോയിട്ടുണ്ട്. ക്യാമ്പിൽ ഇനിയിപ്പം മീനാക്ഷി എസ്റ്റേറ്റ് ഉടമകൾ തൊഴിലാളികളെ ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ അവർക്ക് തൊഴിൽ കൊടുത്തും കൊണ്ടുപോയും സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ക്രമങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ചികിത്സ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളതായിരിക്കുന്ന അപ്ഡേഷൻ എനിക്ക് ലഭ്യമല്ല. ഞാൻ ചോദിച്ചതിന് ശേഷം അത് പറയാം. അത് അവർ അതേ സ്റ്റേജിൽ തുടരുകയാണ്. വേറെ വേഴ്സായി മാറി എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ ചൂരൽമല ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ താഞ്ഞിലോട് 300 വരെ ബസ് ഓടുകയും താഞ്ഞിലോട് 300-ൽ നിന്ന് ചൂരൽമല വരെ ജീപ്പ് സർവീസും ക്രമീകരിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ അവിടെ ഹോസ്പിറ്റൽ വിത്ത് ഡോക്ടർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റൽ. സാധാരണ അവിടെ സബ് സെൻറ്ററിൽ നേഴ്സ് മാത്രമായിരുന്നു. അവിടെ ചൂരൽമലയിലുള്ള ആളുകൾക്ക് പോകുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടതായിരിക്കുന്ന അന്തരീക്ഷത്തിൽ അവർക്ക് പൂർണ്ണ സൗകര്യമുള്ളതായിരിക്കുന്ന ഡോക്ടറുടെ സൗകര്യം കൂടെ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. തുടർച്ചയായിട്ടുണ്ടാവും. ഓക്കെ. അല്ല, ഇപ്പോൾ കുറച്ച് നേരത്തെ മഞ്ഞ് വന്നുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തുടരുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവസാനിപ്പിക്കേണ്ടി വരും.
നാളെ രാവിലെ നേരത്തെ ആരംഭിക്കും. കൊങ്കൺകാർ വന്നിരുന്നു, അവർ പരിശോധന നടത്തി ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഈ എക്സ്പെർട്ട് കമ്മിറ്റി വെക്കുമെന്ന് പറഞ്ഞിരുന്നില്ല, പക്ഷേ അതിന്റെ പ്രഖ്യാപനം ഒന്നും വന്നില്ല, ജിയോ ഒന്നും വന്നില്ല. വരും. അത് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറയും, അത് അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് അനൗൺസ് ചെയ്യോ നാളെ അനൗൺസ് ചെയ്യോ എന്നുള്ളത് CM-ന് ഞങ്ങൾ സംസാരിച്ചില്ല. ഞങ്ങളിപ്പോൾ ഒരു കാര്യം ഇവിടുന്ന് PK ബഷീർ മന്ത്രി വന്ന സമയത്ത് ഞങ്ങൾ കൊങ്കണിൻ്റെ ആളുകളെ വിളിച്ച് പിന്നെ ദിലീപ് കോണ്ടി ആളുകളെ വിളിച്ച് സംസാരിച്ചിരുന്നു. അത് ഓപ്പണായിട്ടുള്ളൊരു ഡിസ്കഷൻ പോലെയാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ ഈ മണ്ണ് കൊണ്ടുപോകുന്നതിന് ഇവിടുന്ന് മാറ്റുന്നത് സംബന്ധിച്ചാണ്. അപ്പോൾ അതിനെപ്പറ്റി അവർ പറഞ്ഞത് ഇപ്പോൾ മണ്ണ് പിന്നെ എടുക്കരുത്, എടുത്തു കഴിഞ്ഞാൽ അത് മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും, എടുക്കരുത് എന്നുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞത്. ആ ഇൻഫർമേഷൻ ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ദ്രുതഗതിയിലുള്ള എന്തെങ്കിലും നടപടികൾ സുരക്ഷിതമായി ഒന്നുകിൽ അവിടെ നിർത്തണം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഷിഫ്റ്റിംഗ് നടത്തണം. ബുദ്ധിമുട്ടില്ലാതെ ജനങ്ങൾക്കും പ്രദേശത്തിനും ബുദ്ധിമുട്ടില്ലാതെ പോകണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. അതിപ്പോൾ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ പഠിക്കാനാണ്. ഇല്ല, സർക്കാരിൻ്റെ വാദത്തിൻ്റെയോ അല്ലെ കൊങ്കണിൻ്റെ വാദത്തിൻ്റെയോ അല്ല, സംഭവിച്ച വിഷയങ്ങൾ സയൻറ്റിഫിക്കായി ടെക്നിക്കലായി പഠിക്കുക എന്നുള്ളതാണ്. അതിന് പഠിക്കാൻ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വരികയാണ്. ആ കമ്മിറ്റി ഞാനതൊക്കെ കണ്ടു. ആ കമ്മിറ്റി അത് പഠിച്ച് റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് വെച്ചതിന് ശേഷം ഞങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ് ഓപ്പണായി സംസാരിക്കുന്നത് തന്നെ ശരിയല്ല.